ആരെങ്കിലും അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയുമോ സാറേ? കല്യാണം കഴിച്ച് ഒരാഴ്ച പോലും ആവാത്ത 2 പേര് ചെല്ലുമ്പം എന്റെ അടുത്ത് പറയുക അനിയത്തി ഒരു മണ്ഡപത്തിൽ ഇരുന്നേനെന്ന് അനിയത്തിയോടൊന്നും നമുക്കറിയത്തില്ല. ഞാനുമായിട്ടുള്ള ബന്ധമില്ല, ഞാനുമായിട്ടുള്ള ബന്ധം ആ കണക്ഷനൊക്കെ കാണും. എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. നമുക്കറിയാം അവളുടെ ഭർത്താവ് മരിച്ചതാ. വലിയ ഇതൊക്കെയാ അത്. ഇവിടെ നാട്ടുകാർ പറയുന്ന അല്ല, ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട്. ഇത് ആൾക്കാരാ പറഞ്ഞത്. ഇവിടെ ഒത്തിരി നിഗൂഢമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സാറേ. ഈ സാറ് ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം കെട്ടിത്തൂങ്ങി മരിക്കുന്ന കഥയുണ്ടാക്കുക വേറൊരു ഉദ്ദേശങ്ങളാണ്. ഞാൻ ഇനി പറയട്ടെ. അപ്പൊ ഇതിനെ എന്തുവാ പറഞ്ഞോണ്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അന്നേരം ഫോൺ എടുക്കുന്നില്ല. അപ്പൊ അപ്പം തന്നെ എടുത്ത് പോയി നോക്കിയപ്പോ ഇല്ല. അവിടെ തന്നെ അവൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പം മരിച്ചു പോയാണ്. ഇപ്പൊ അത് കഴിഞ്ഞാൽ ഇവരോട് പറയുന്നത് മരിച്ചെന്ന്. പക്ഷെ ഏറ്റവും യാതൊരു സംഭവം പക്ഷേ മൊത്തം 11 മണി കഴിഞ്ഞ് ഒരു സ്കൂളിൽ കാറുണ്ട്. പക്ഷെ അതേ കിട്ടില്ല. കാരണം ഇവളാണെങ്കിൽ ഓടിക്കുന്നു. അവരുടെ സ്കൂളിലെ അവരുടെ കാറുകാരെ അവരുടെ കാറ് നടത്താറിന് മധുരയിൽ താമസിക്കുന്ന മധുരയിൽ സാറിന്റെ ബൈക്ക് പിടിപ്പിക്കില്ലയോ? അപ്പൊ പറയുന്നത് നമ്മുടെ അടുത്ത് ആരോ അനാവശ്യമായി കയറോ ഇവിടെ അല്ലെങ്കിൽ ബന്ധം കൂടാൻ വന്നവരാരായിട്ട് വന്നതാണ്. ഇതിനകത്ത് കയറി പിന്നെ കുറെ അവന്മാരിങ്ങനെ നമ്മുടെ കിഴക്കോട്ട് പോയി. ഒരവൻ ഇവിടെ വന്ന് ഇതിനകത്ത് ഇരിക്കും. എന്നിട്ട് നമ്മുടെ ഇവിടെ കണ്ട് വന്നിരിക്കുന്ന ഈ അവന്മാർ ഏതോരവനിപ്പോ ഈ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവനായിപ്പോ ഇവിടുത്തെ ആരാണെന്നുള്ള ഈ ഡ്രാമ ഉണ്ടാക്കാനായിട്ട് അവിടെ കയറി ഇരിക്കുന്നത്. ഇങ്ങനെ കുറെ എണ്ണത്തിന് അവിടെ ഇവിടെയും കയറ്റി വെച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയാ പരിപാടികൾ. നമ്മുടെ ഈ വൈഫൈ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ ഇവിടെ ആണ് അവൻ ഇരിക്കുന്നതെന്നുള്ളതാണ് വരുത്തുന്നത്. മനസ്സിലായി? ഇതൊക്കെയാണ് അതെങ്ങനെയൊക്കെയോ നമ്മുടെ ഒരു ക്യാമറ ഇത് പോയപ്പം ഒരവൻ വന്ന് പാസ്വേഡ് ചോദിക്കും. അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇവിടെ നടത്തുന്നത്. നമ്മുടെ ക്യാമറ ഓഫ് ആകും. സാറിന്റെ ഒരു ക്യാമറ ഉണ്ടോ? ഓഫ് ആകുമോ സാറേ? ചുമ്മാ എന്നിട്ട് റെക്കോർഡ് ആവാതിരിക്കുമോ? നമ്മളത് ദിവസം എന്റെ ഈ കിടപ്പുണ്ടെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് സൈബർ സെല്ലിന് കൊടുക്കണം. വേണ്ടായോ സാറേ? എല്ലാം ഞാൻ ഡൽഹിയിലായപ്പോ ഇത് സ്ഥിരം അവിടെ ആയിരുന്നു. സ്ഥിരം ഓഫാക്കലാവും ജോലി. വൈഫൈ എന്നും ഒന്ന് പോവാ. എത്ര വൈഫൈ എടുത്താൽ മാസത്തിൽ ആഴ്ച 2-3 പ്രാവശ്യം വൈഫൈ കട്ടാകും. ഞാനിവിടെ എനിക്ക് 2008 ആ സമയത്തെല്ലാം വൈഫൈ ഉണ്ട്. വർഷത്തിൽ 1-2 പ്രാവശ്യമേ കട്ടാകത്തുള്ളൂ. അല്ലേ സാറേ? നമുക്കറിയത്തില്ലയോ അന്നത്തെ BSNL. പിന്നെ ഇപ്പൊ ഈ എയർടെൽ കട്ടാവും. ടവർ വന്നേക്കുന്നത് എവിടെ കട്ടാവാനാ? നമ്മുടെ വൈഫൈ കട്ടാക്കുക, അങ്ങനെ ചെയ്യുക. പിന്നെ വൈഫൈ കട്ടാക്കുമ്പോൾ ഇതൊക്കെ തിരിച്ചിടും. നമ്മുടെ ക്യാമറ തിരിച്ചിട്ട് വൈഫൈ കട്ടാവുകയും ഈ ഇന്റർഫിയറൻസ് വഴി ഓരോന്നൊക്കെ ചെയ്യുക. വഴികൾ പലതായി കേട്ടോ. ഇങ്ങനെ നിരന്തരം നടത്തേണ്ടോ കട്ടാക്കി. ഇവിടെ നമ്മൾ കുളിമുറിയിലോട്ട് പോയാൽ നമ്മൾ എവിടെയോ പോയി. പിന്നെ തിരിച്ചു വരുന്ന ഈ ക്യാമറ നമ്മുടെ ഇവിടുത്തെ അങ്ങ് ഓഫാക്കി. കാരണം നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നില്ല. ഇവന്മാരാരാന്നാ ചോദിക്കുന്നത്. ഇവന്മാരാരാ സാറേ നമ്മുടെ കാര്യങ്ങൾ അറിയാൻ? അല്ല, ഇങ്ങനെ നമ്മൾ അറിയാതെ നമ്മളെ കുറിച്ച് കഥകൾ ഉണ്ടാക്കുക, നമ്മളെ ട്രാപ്പിലാക്കുന്ന രീതിയിൽ ചെയ്യാൻ ഇവന്മാർക്ക് എന്താ അധികാരം സാറേ? ചെയ്യാനാ ഇതിപ്പം ഓരോ ഒരു സമയമുണ്ട് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കോടതി കൊടുക്കുമ്പോൾ ഇന്നതാണ് ഇവന്മാർ ഉദ്ദേശം കൊണ്ട് കറക്റ്റായിട്ട് പറയണ്ടായിരുന്നു. ഇന്നാളെ വിളിച്ചു. അപ്പൊ ഈ രാജമുക്കുനും എന്റെ കയ്യിൽ ഇരിപ്പുണ്ടത്. ഈ എന്റെ അമ്മ പതിവായിരുന്നു ഈ രാജമ്മേന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ഇവരുടെ പറഞ്ഞു വിടുന്നത് പോലീസുകാരോട് കാണിക്കും. അവർക്ക് കുറെ ഇങ്ങനെ വരിക ഇവര്.
പോലീസുകാർ അലങ്ങന്നെ അതാ ഇതാണ്. അവർക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ഇവിടെ ഈ ഞങ്ങളുമായിട്ട് ഇവര് പിണക്കവാ. ഇവരുടെ കാവിൽ എണ്ണ കൊടുക്കുക, SNDP പലരും ഇവിടെ വന്ന് കയറി ഇരിക്കുക. അതൊക്കെ എന്തിനാ സാറേ? നമ്മുടെ അവരുടെ മക്കളില്ലാത്തോണ്ടാ ഇവിടെ വന്ന് നിന്നോട്ടം വിചാരിച്ചു. അപ്പൊ നമ്മുടെ വീട്ടിലെ ആരൊക്കെ ചത്തു നമ്മളെയും ചത്തു മതിയോ? ആണോ അല്ലയോ സാറേ? അങ്ങനെയാണോ വേണ്ടത്? ഇവർക്ക് ഇങ്ങനെ നാട്ടുകാരെ എല്ലാം അറിയാം. എന്റെ അമ്മ വിളിച്ചു വരുത്താത്തവരെ പോലെ അവര് വിളിച്ചു വരുത്തും. എന്തോ കാര്യത്തിനാ സാറേ? സാറ് വിളിച്ചു വരുത്തും. സാറിന്റെ മോടെ വീട്ടിൽ പോയാല് അവിടുത്തെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചാണോ നിൽക്കുന്നത് അല്ലയോ? അച്ഛനാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുന്നത്? നമ്മൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവരുടെ രീതികൾ എങ്ങനെയാണ്, അതനുസരിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ആണോ അല്ലയോ? പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ പറഞ്ഞു കൊടുക്കും. ആ അല്ലെങ്കിൽ അവര് നല്ലതായിട്ടുള്ള കാര്യങ്ങളാ ചെയ്യുന്ന ആരും വരുന്നില്ല. നമ്മൾ അവരുടെ കൂടെ നിൽക്കത്തില്ലയോ? വല്ലവരെ വിളിച്ച് കേട്ട കാര്യം വല്ലതും ഉണ്ടോ നമ്മുടെ വീട്ടിൽ? ആ ഇത്രയും ആരെങ്കിലും പെണ്ണുങ്ങൾക്ക് കാണിക്കാൻ കാണുമോ സാറേ? ആ ആ ആ വരും. ആ ശരി. അതുകൊണ്ടാ സാറിനോട് ചോദിച്ചു കേട്ടോ, വേറൊന്നും കൊണ്ട്. ആ ആ അതെ. ആ ശരി. സാറിന്റെ പേരെന്താ? ഓ ശരി. ആ ആ ഞാൻ സാറിനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട്. ആ ആ ആ ദീപം. ആ ആ ആ ആ ആ അറിയാം. അത് നമ്മളിപ്പോൾ ഒരു സീരിയലിനൊക്കെ പോകുന്ന കേട്ടു സാറേ. അവിടെ വന്ന് അവരെ കൊണ്ട് അനാവശ്യം പറയിപ്പിക്കുക, അയാളുടെ കൂടെ ചെല്ലാവുന്ന വിളിപ്പിക്കുക. ഇതൊക്കെ എവിടെ നടക്കും സാറേ? ആ ആ ആ ആ ശരി ശരി. ആ അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെ വന്നിട്ട് ആരും ചെയ്യണം. നമുക്ക് ആവശ്യമുള്ളത് വന്നാൽ മതി. അവരിങ്ങനെ വന്ന് കമ്മീരിപ്പായി ഇല്ലാത്ത ജോലി. ഇപ്പം ഈ സാറ് വന്നപ്പോൾ ലവനെ വിളിച്ചോണ്ട് പോയതാണ്. വിളിച്ചോണ്ട് പോയിട്ട് അവർ വിളിച്ചാ ജോലിയാണ്. ഇത് കുറേ എല്ലാം ഇതിനകത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ നേരത്തെ കഴിക്കാൻ വേണ്ടി കേട്ടോ. കുറെ അമ്മ